ഹലോ, ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. ടോക്സിക് വേഴ്സസ് കസബ, ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ ചിത്രം കസബ റിലീസ് ചെയ്തു. വ്യത്യസ്തത പുലർത്തുന്ന ഒരു ചിത്രം. മമ്മൂട്ടിയുടെ ഗെറ്റപ്പും പോലീസ് വേഷങ്ങളും, അതങ്ങനെയാണല്ലോ, മമ്മൂട്ടി അപ്പോൾ പോലീസ് വേഷം ചെയ്താലും ഒന്നിനൊന്നിന് വ്യത്യാസമായിരിക്കും എന്നുള്ളത്. പക്ഷേ അതിനിടയിൽ ഒരു വിവാദവുമായി ഗീതു മോഹൻദാസ് എത്തുകയായിരുന്നു. മമ്മൂട്ടിയുടെ വൾഗർ സീനാണ് ആ സിനിമയിലുള്ളത്. ഇതൊക്കെയാണോ പ്രേക്ഷകരെ കാണിക്കുക എന്നുള്ള രീതിയിൽ ഇന്ന് ടോക്സിക് റിലീസ് ചെയ്യാണ്. എന്ത് പുണ്യ പുരാതന ചിത്രം, അല്ല പുണ്യ നൂതന ചിത്രം എന്ന് തന്നെ പറയാം. ഇതൊക്കെയാണ് കുട്ടികളെയും കുടുംബത്തെയും ഒക്കെ ആയി പോകേണ്ടത്. എന്താണേലും എല്ലാ കുടുംബത്തിലൊക്കെ നടക്കുന്നതല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വെടിവെപ്പും കത്തിക്കുത്തും ഒക്കെ നടക്കുന്നതല്ലേ. നമ്മൾ പല സീരിയലൊക്കെ കാണുന്ന പോലെ ഉള്ള ഒരു സംഭവം എന്ന് തന്നെ പറയാം. മലയാളിയുടെ മനസ്സിൽ അത് തന്നെയാണ് ആദ്യം വന്നത്. ടോക്സിക് എന്ന സിനിമയെ ആരും മോശമായി പറയുകയല്ല, പക്ഷേ അവരുടെയൊക്കെ മനസ്സിൽ ആദ്യം പുകഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, കസബയെക്കുറിച്ച് പറഞ്ഞ ഗീതു മോഹൻദാസിൻ്റെ ആ ഒരു വാക്കുകൾ തന്നെയാണ്. എന്താണേലും മമ്മൂട്ടി ചെയ്തു വെച്ച അത്ര വൃത്തികേടൊന്നും ടോക്സിക്കിലില്ല. കസബയിൽ മമ്മൂട്ടി കാരണം കുടുംബത്ത് ആ സിനിമ കണ്ടവർക്ക് കയറാൻ പറ്റാത്ത അവസ്ഥ. മിസ്റ്റർ മമ്മൂട്ടി, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ടോക്സിക്കും ഒന്നിച്ച് ഈ ഒരു സിനിമ ഒന്ന് റിലീസ് ചെയ്യണം. 14,000 കോടിയുടെ ആസ്തിയുള്ളതല്ലേ മിസ്റ്റർ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ച് അങ്ങോട്ട് ചിലവാക്കിയിട്ട് വേൾഡ് വൈഡ് ആയിട്ടൊന്ന് റിലീസ് ചെയ്തുകൂടെ? അപ്പോൾ മനസ്സിലാകും ടോക്സിക് എത്ര നല്ല സിനിമയാണ്, എന്താണ് നമുക്ക് നൽകുന്ന സന്ദേശം എന്നൊക്കെ. ഈ കസബ പോലുള്ള സിനിമ അഭിനയിച്ച് നിങ്ങൾ 50 വർഷമായിട്ട് ഇവിടെ അഭിനയിക്കുന്ന വ്യക്തിയാണ്. എന്നിട്ട് ഒരു ജനത്തിന് ഇത്ര മോശമാക്കുന്ന രീതിയിൽ ഒരു സിനിമ ഇറക്കി നിങ്ങൾ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ നശിപ്പിച്ചില്ലേ എന്നാണ് എല്ലാവർക്കും പറയാനുള്ളത്. അപ്പോൾ ടോക്സിക് കണ്ടിറങ്ങുന്ന എത്ര പേര് കണ്ടിട്ടുണ്ടെന്നും അറിയില്ല. വളരെ കുറച്ച് പേരെ കേരളത്തിലൊക്കെ കാണുന്നുള്ളൂ. പേര് ആദ്യ ദിനത്തിൽ തന്നെ വയലൻസും കാര്യങ്ങളും എന്താണ് പറയണത്. ഈ ഒരു സിനിമയെ കാണുമ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ അതിനിടയിൽ വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആ ഒരു കമൻ്റാണ് മലയാളിയെ ഇന്ന് ചുട്ടുപൊള്ളിക്കുന്നത്. മമ്മൂക്ക ചെയ്യുന്ന സിനിമകൾ നമുക്കറിയാം. ഇന്ത്യൻ സിനിമയിലെ, ലോക സിനിമയിലെ തന്നെ നമ്പർ 1 സിനിമകളാണ് അദ്ദേഹം ചെയ്യുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകൾ കണ്ടാൽ ലോകത്തെ ഏത് സിനിമാ മോഹിയും ഏത് സിനിമാ നടനും ഏത് ഡയറക്ടറും ഒന്ന് പറയും, ഇങ്ങേര് എന്ത് സംഭവമാണ് എന്നുള്ളത്. അയാൾ കാലാകാലങ്ങളായി സ്വയം തേച്ച് മിനുക്കി തന്നെയാണ് എടുക്കുന്നത്. ആ വാക്കുകൾ നമുക്ക് പറയേണ്ടി വരും. ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഒരു സിനിമ ചെയ്ത് 500 600 കോടിയല്ല, വെറും 5ഉം 10ഉം കോടി മുടക്കിയാണ് മമ്മൂട്ടി എന്ന നടനെ വെച്ച് സിനിമകൾ ചെയ്ത് ലോകമെമ്പാടും എത്തിക്കുന്നത്. ഈ 500 കോടിയും തോക്കുപിടിക്കലും ഒന്നും വേണ്ട മമ്മൂട്ടിക്കോ അല്ലെങ്കിൽ മലയാളത്തിലെ ഒരു നടനോ ബ്രഹ്മാണ്ഡ നടനാവാനായിട്ട്. അവരുടെ അഭിനയം മാത്രം മതി. എന്താണേലും ടോക്സിക് കണ്ട് ഇറങ്ങുന്ന പ്രേക്ഷകൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് കസബയിലെ മമ്മൂട്ടിയുടെ സീനുകളാണ്. ചിലപ്പോൾ നമ്മൾ കാണുന്ന പോലെ ചില കുടുംബങ്ങളിലും അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ തന്നെ ചിലർക്കൊക്കെയുള്ള ആ ഒരു പ്രശ്നമാണ്. ചിലരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കതെല്ലാം നിഷിദ്ധമായിരിക്കും. പ്രത്യേകിച്ച് മമ്മൂട്ടി എന്ന നടൻ കസബയിൽ ചെയ്ത ചെറിയൊരു വേഷം, അതിനകത്ത് എന്ത് വൾഗാരിറ്റിയാണെന്ന് ആർക്കാണ് അറിയുന്നത്. ഒരുമാതിരിപ്പെട്ട മലയാള സിനിമകളും ലിപ് ലോക്കുകൾ വരെയുള്ള മലയാള സിനിമകൾ കാണുമ്പോൾ അതൊന്നും ഇവിടെ പ്രശ്നമല്ല എങ്കിൽ, ജസ്റ്റ് മമ്മൂട്ടി ആ ഒരു സീനിൽ ഒരു പാൻറ്റിൽ കയറി ഒരു വനിതാ പോലീസിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ SI ആയിട്ട് അഭിനയിച്ചവരുടെ ഇതിൽ പിടിക്കുക, അങ്ങനെ ഒന്ന് കയറി പിടിക്കുന്നു എന്നുള്ളതാണ്, പാൻറ്റിനകത്തിലേക്ക് കൈ വെച്ച് പിടിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ വിവാദമായിട്ടുള്ളത്. ടോക്സിക്കിലെ ഓരോ രംഗങ്ങളും കാണുമ്പോൾ അതൊന്നും ഇല്ല. വേണമെങ്കിൽ അവർക്ക് പറയാം ഇതൊക്കെ കുടുംബങ്ങളിൽ നടക്കുന്നില്ലേ, ആണും പെണ്ണും കൂടുന്നിടത്ത് നടക്കുന്നതല്ലേ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം, ആണ് എന്നൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ മമ്മൂട്ടി മാത്രമാണ് വൃത്തികെട്ടവനായി മാറുന്നത് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലർക്കൊക്കെ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ അവരെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇടയിലുമൊക്കെ അവരെന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല, ഇത് മോശമായി പോകുമെന്ന് പറയും. പക്ഷേ നമ്മൾ ബാക്കി എല്ലാവരും ചെയ്യുമ്പോൾ അതൊക്കെ അത് സാഹചര്യം കൊണ്ട് വന്നതല്ലേ എന്നുള്ളൊരു ചോദ്യം. അത് തന്നെയാണ് ഗീതു മോഹൻദാസിൻ്റെ ആ ഒരു തരത്തിൽ നമുക്ക്, അല്ലെങ്കിൽ അന്നത്തെ ആ ഒരു പറച്ചിലിൽ നമുക്ക് തോന്നുന്നത്. പിന്നെ അതുകൊണ്ട് നേടിയത് ഗീതു മോഹൻദാസ് തന്നെയാണ്. കാരണം ഇന്ന് ഈ ഒരു ടോക്സിക് ഇറങ്ങുമ്പോഴും മലയാളികളുടെ മനസ്സിൽ ഈ ഒരു സിനിമ, അല്ലെങ്കിൽ ഒരു സാധാരണ സിനിമ പോലെ തള്ളിക്കളയേണ്ട ചിത്രത്തെ മലയാളികൾ നെഞ്ചിലേറ്റുന്നത്, സിനിമാ മേഖലയിലുള്ളവർ നെഞ്ചിലേറ്റുന്നത്, ആരാധകർ നെഞ്ചിലേറ്റുന്നത് കസബയിലെ ആ ഒരു വിവാദ പരാമർശം, അത് അവരവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കൊയ്ത കാര്യമാണ് എന്നുള്ളതാണ്. മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പുല്ല് വിലയാണ്. കാരണം ഇതൊന്നും തലയിടാതെ അങ്ങേര് പോവുകയാണ്. അങ്ങേരുടെ പണിയും നോക്കി മികച്ച സിനിമകൾക്ക് വേണ്ടി പോകുമ്പോൾ മലയാളിയുണ്ട് കൂടെ, ഇന്ത്യക്കാരുണ്ട് കൂടെ. കാരണം ഞങ്ങൾക്കിഷ്ടമാണ് മമ്മൂട്ടിയുടെ സിനിമകൾ എന്നുള്ളത്. കടുത്ത മമ്മൂട്ടി വിരോധികളായിട്ടുള്ളവരോട് പോലും ഈ ഒരു ദിനത്തിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ടോക്സിക് വെച്ച് നോക്കുമ്പോൾ കസബ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് അതൊന്ന് പറയാം, തീർച്ചയായും ഒന്ന് പറയാവുന്നതാണ്. കാരണം ഇവിടെ മലയാളികൾക്കറിയാം എങ്ങനെയാണ്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ താടിയും വെച്ച് വിഗ്ഗും വെച്ച് തോക്കും പിടിച്ച് നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരു മുണ്ട് മടക്കി കുത്തുകയോ അല്ലെങ്കിൽ ഒരു ചന്ദനക്കുറി ഇട്ട് വരികയോ ഒരു കുരിശിട്ട് വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കിഷ്ടമാണ്. ഞങ്ങളുടെ നായകന്മാർ അതാണ്. ഞങ്ങളുടെ ഈ നായകന്മാരെ ഞങ്ങൾക്ക് ബ്രഹ്മാണ്ഡ തലത്തിലേക്ക് എത്തിക്കാൻ വേറെ ആരുടെയും സഹായം ആവശ്യമില്ല. തള്ളി നേടിയതല്ല മമ്മൂട്ടിയെ പോലെയുള്ളവരുടെ കരിയർ എന്നുള്ളത് ആലോചിക്കുക.
എങ്ങും നിൽക്കാൻ നിലമില്ലാതെ പലയിടത്തും പോയി തള്ളി നേടുന്ന വിജയങ്ങൾ പോലെയുമല്ല. 4 ദേശീയ അവാർഡ് നേടിയിട്ടുണ്ടെങ്കിൽ അത് അധ്വാനിച്ച് നേടിയത് തന്നെയാണ്. ഏകദേശം ഒരു 15 നാഷണൽ അവാർഡ് കിട്ടാൻ അർഹതയുണ്ടായിട്ട് കൊടുക്കാതിരിക്കുമ്പോൾ ഇവിടെ മലയാളികളെല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ വിരോധികളാണെങ്കിൽ പോലും കൂടെയുണ്ടായിരുന്നു മമ്മൂട്ടിയുടെ. പത്മഭൂഷൺ ലഭിക്കുമ്പോൾ കിട്ടാൻ അർഹതയുണ്ടായിട്ടും ഏറെ ആയിട്ട് കിട്ടാതിരിക്കുമ്പോൾ ഓരോ ഹേറ്റേഴ്സ് പോലും പറഞ്ഞിരുന്നു അത് അങ്ങേർക്ക് കൊടുക്കേണ്ടതാണ്. കാരണം അത് മമ്മൂട്ടി ആയതുകൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ വികാരമാണ് മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയവർ. അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ഫൈറ്റും കാര്യങ്ങളുമൊക്കെ വരുമ്പോഴും ഈ പറഞ്ഞ പ്രസ്താവനയിൽ ഞങ്ങൾ ആരും തൃപ്തരായിരുന്നില്ല. എല്ലാവരും ഇതിനോട് എതിരായിരുന്നു. വേറെ ഒന്നുമല്ല, മമ്മൂട്ടിയുടെ കസബ എന്നത് ഒരു സാധാരണ സിനിമയിലുള്ള ചെറിയ ഒരു കാര്യം മാത്രം. അതിനകത്ത് പ്രത്യേകിച്ച് വൾഗാരിറ്റി ഒന്നും ഞങ്ങൾക്കാർക്കും തോന്നിയിരുന്നില്ല. ഞങ്ങൾ കുടുംബവുമൊക്കെയായി പോയിരുന്ന കണ്ട ചിത്രങ്ങൾ തന്നെയാണ്. പക്ഷേ ടോക്സിക് പോലെ ഒരു സിനിമ ഫാമിലിയുമായിട്ട് പോകണമെങ്കിൽ അത് അത്യാവശ്യം തൊലിക്കട്ടി തന്നെ വേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഫാമിലിയുമായിട്ട് പോകുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഫാമിലിയും നമ്മുടെ ഫാമിലി അച്ഛനും അമ്മയൊക്കെ ആയിട്ട് പോകണമെങ്കിൽ അത് തൊലിക്കട്ടി ഇല്ലാത്ത ആർക്കും പോകാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് വരാം എന്നുള്ളതാണ് അതുമായിട്ട്. പക്ഷേ എടുത്തു ചോദിക്കുന്നു, പക്ക മമ്മൂട്ടി വിരോധികളോട് കൂടിയുള്ള ഒരു കാര്യമാണ്. ഈ 2 സിനിമകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മമ്മൂട്ടിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതോ ഗീതു മോഹൻദാസിൻ്റെ ടോക്സിക്കിനെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? എന്താണേലും ഓരോ മലയാളിയുടെയും വികാരത്തെ വ്രണപ്പെടുത്തുന്ന കാര്യമായിരുന്നു അന്ന് ഗീതു മോഹൻദാസിൽ നിന്ന് വന്നതെങ്കിൽ ഇന്ന് അത് പടരുന്ന പോലെ ഒരു ക്യാൻസർ പോലെ തന്നെയാണ് പ്രേക്ഷകൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ടോക്സിക് എന്ന ചിത്രം പക്ക വയലൻസ് ആണ് എന്നുള്ളത് പ്രതീക്ഷിച്ച് തന്നെ അതിലും വലിയ വയലൻസ് ഉള്ള ആനിമൽ പോലെയുള്ള ചിത്രങ്ങളെല്ലാം ഇവിടെ വിജയിപ്പിച്ചതും ഒക്കെ പ്രേക്ഷകർ തന്നെയാണ്. പക്ഷേ ഈ ഒരു സിനിമയോടുള്ള ആദ്യത്തെ പ്രേക്ഷകൻ്റെ ഇഷ്ടക്കുറവ് ആ പ്രസ്താവന തന്നെയായിരുന്നു. ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ അതൊന്നുമില്ലായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ ഈ സിനിമ അതേപോലെ കുറേ ആളുകൾ കണ്ടുപോകും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ആനിമലും ഒക്കെ കാര്യങ്ങൾ പോലെയാണ്. എന്നിരുന്നാലും എടുത്തു പറയാം, ടോക്സിക് മോശം ചിത്രമായിട്ടൊന്നുമല്ല പറയുന്നത്. 150 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യണമെങ്കിൽ അത് അങ്ങനെയുള്ള സംഭവമാണ്. പക്ഷേ 500 കോടിക്ക് മുകളിൽ ബഡ്ജറ്റിലൊക്കെ വന്ന ചിത്രം തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് സിനിമയെക്കുറിച്ചല്ല, സിനിമയെ കാണാൻ സിനിമ പ്രവർത്തകർ പോലും കഴിയുന്നില്ലെങ്കിൽ സാധാരണ ഒരു പ്രേക്ഷകൻ അശ്വന്ത് കോക്കിനെ പോലെയുള്ള ഒരാൾ ഒരു കമൻ്റ് ഇടുമ്പോൾ, അയാൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തിനാണ് അയാളുടെ പുറകെ വാളും എടുത്ത് ചെല്ലുന്നത് എന്നുള്ളതാണ്. ഇന്നലെ അശ്വന്ത് കോക്കിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തലകുത്തിച്ചിരിക്കും. പലരും ഇട്ട കമൻറ്റ് പോലെ തന്നെ, വേറെ ഒന്നുമല്ല, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്നത് അശ്വന്ത് കോക്കിനായിരിക്കും എന്നുള്ളത്. കാരണം അത്ര ഗംഭീരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരിയാണ്, ഓരോ മലയാളിയുടെയും മനസ്സിൽ നിന്ന് വരാൻ ഒരു പ്ലാറ്റ്ഫോമിൽ പറയാൻ അവർ ചിന്തിക്കുന്നത്, കാണാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ തന്നെയാണ് അയാളിൽ നിന്ന് വന്നത്. അശ്വന്ത് കോക്കിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമല്ല, ചില കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്യുന്നത് കാര്യങ്ങളാണ്. നമ്മളും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ തന്നെ. ചിലപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും പലപ്പോഴും അദ്ദേഹം പറയുന്നത് കറക്റ്റ് തന്നെയാണ് എന്നുള്ളതാണ്. എന്താണേലും പ്രേക്ഷകരായ നിങ്ങളിലേക്ക് വിട്ടുതരികയാണ്. ടോക്സിക്കിനൊപ്പം മിസ്റ്റർ മമുക്ക, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ഇറക്കാം ഈ ഒരു സിനിമ. മലയാളികൾ ഈ സിനിമയെ ഏറ്റെടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ഒരു ഗ്യാപ്പിൽ വെറും 10 തിയേറ്ററിലാണെങ്കിൽ ജനങ്ങളത് ഏറ്റെടുത്തിരിക്കും. വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം.